ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് അതിതീവ്ര മഴയാണ് പെയ്യുന്നത്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലൊക്കെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പല ജില്ലകളിലും ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിതീവ്ര മഴ പലയിടങ്ങളിലും പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ്. പല മേഖലകളിലും വീടുകളിലേക്കൊക്കെ വെള്ളം ഒഴുകി കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ആലപ്പുഴ മേഖലകളിലൊക്കെ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ വീടുകളിലേക്ക് അടുത്തുള്ള കുളങ്ങളിൽ നിന്നും തോടുകളിൽ നിന്നുമൊക്കെ വെള്ളം വീടുകളിലേക്ക് ഒഴുകി കയറുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും നാളെയും അതിതീവ്രമായിട്ട് മഴ പെയ്യും എന്നുള്ള ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നാളെ സ്കൂളുകൾക്ക് അവധി ഉണ്ടോ എന്നുള്ളൊരു കാര്യം വിദ്യാർത്ഥികളിൽ പല ആളുകളും നമ്മളോട് വിളിച്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. മഴ കൂടുതൽ ശക്തമാകും. പല ജില്ലകളിലും അതിതീവ്ര മഴയാണ്. കളമശ്ശേരി ഭാഗത്തൊക്കെ ശക്തമായിട്ടുള്ള മഴ ഉണ്ടായിട്ടുണ്ട്. ആലുവ, കളമശ്ശേരി ഭാഗത്തൊക്കെ റോഡുകളിൽ വെള്ളം കയറി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പലയിടങ്ങളിലും നദികൾ കരകവിയുന്നുണ്ട്. ഡാമുകളൊക്കെ കൂട്ടത്തോടെ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കഴിഞ്ഞ കാലവർഷത്തെക്കാളും ഈ ഒരു കാലവർഷത്തിൽ സാധാരണ രീതിയിൽ കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക. പ്രത്യേകിച്ച് ഇടുക്കിയിലൊക്കെ അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത്. അതിതീവ്രമായിട്ടുള്ള മഴ പല മേഖലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നിർത്താതെ മഴ പെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഡാമുകളിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിലെയും ഇടുക്കി ഡാമിലെയും ജലനിരപ്പ് നല്ല വേഗത്തിൽ തന്നെയാണ് ഉയർന്നു വരുന്നത് എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഇതുകൂടാതെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ കാലവർഷം കൂടുതൽ ശക്തമാകും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. കടൽ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലകളിൽ നല്ല രീതിയിൽ തിരയടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കുക തീരദേശ മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ ഈ ഒരു ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുന്ന സമയത്ത് നദികളിൽ കുളിക്കാൻ പോവുകയോ മീൻ പിടിക്കാൻ പോവുകയോ ചെയ്യരുത് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. റോഡുകളിലൊക്കെ വെള്ളം കയറുന്ന ഒരു അവസ്ഥ പലയിടത്തും കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. വെള്ളക്കെട്ട് രൂക്ഷമാണ് പല ഇടങ്ങളിലും. പ്രത്യേകിച്ച് കോഴിക്കോട് മേഖലയിലൊക്കെ ശക്തമായിട്ടുള്ള മഴയുണ്ട്. കരുവാരക്കുണ്ട് മേഖലയിലൊക്കെ മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇതുതന്നെയായാലും പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. സ്കൂളുകളുടെ അവധി സംബന്ധിച്ചുള്ള അറിയിപ്പ് വൈകുന്നേരത്തോടു കൂടിയേ വരുള്ളൂ. നിലവിൽ സ്കൂളുകൾക്ക് നാളെ ഒന്നും അവധി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഏതൊക്കെ ജില്ലകളിലാണ് എന്നുള്ള കാര്യം ഉച്ച കഴിയുന്നതോടുകൂടി തന്നെ